തുടങ്ങാം. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യേശുവേ, ഗുരു, അതെപ്പോൾ സംഭവിക്കും? എന്താ? ഈ ഉലകം അവസാനിക്കും, അങ്ങയും മടങ്ങി വരും, അതിൻ്റെ സിഗ്നൽസ്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? ഉടനെ യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. തെറ്റിക്കുന്ന ഉപദേശക്കാർ, ഞാൻ പറഞ്ഞില്ലയോ, വളരെ ആദരണീയരായ പിതാക്കന്മാരായി ഇതിനകത്തിരിക്കുന്നത്, വളരെ പ്രായം ചെന്നവർ. ഈ ഗ്രൗണ്ടിൻ്റെ അറ്റത്തും അനവധി ദൈവദാസന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇറങ്ങിയ കാലത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പഴയ ഇവിടെയുള്ള എല്ലാവരുമായിട്ടും എനിക്ക് ഏറ്റവും അടുത്ത ബന്ധം. ഞങ്ങളൊക്കെ ഇറങ്ങിയ കാലത്തൊന്നും ഞങ്ങൾ വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ മഹായോഗം, സംഗീത വിരുന്ന്, കൃപയാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് വചനം കേട്ട് ആശ്വാസത്തോടെ മടങ്ങാം. അതിൻ്റെ അവസാനം എഴുതി വെക്കും, ഞങ്ങൾ ഇന്നും ചെയ്യുന്നുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാശ് കൊടുക്കാനില്ലല്ലോ, പ്രാർത്ഥന എല്ലാം പറ്റൂ, അതാ ചെയ്യുന്നത്. അത് മാറ്റി മനുഷ്യൻ്റെ ഹൃദയത്തെ ഇളക്കുവാൻ, ചഞ്ചലപ്പെടുവാൻ താളമേളങ്ങളോടുകൂടി ചിലരിറങ്ങും. അതൊക്കെയാ ഇന്നത്തെ സുവിശേഷം. തിരുവനന്തപുരത്തിനോട് ഒരിക്കൽ കൂടി 800-ൽ പരം രാത്രികളെങ്ങാണ്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അറിയാത്ത ഒരു പട്ടണവുമില്ല, അറിയാത്ത ഒരു സ്ഥലവുമില്ല. സകല എവിടെ നമ്മുടെ കുരിശുമല പോകുന്ന മണ്ണാത്തിപ്പാറ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം മൊത്തം തീർന്ന്, ഇനി ഒന്നുമില്ല. ഇനി കളിയൽ മാത്രമേ എൻ്റെ കണക്കൂട്ടൽ ബാക്കിയുള്ളൂ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ വർഷം അവിടെയും തീർക്കും, ബാക്കിയെല്ലാം കഴിഞ്ഞു, സ്വോത്രം. അതുകൊണ്ട് അവിടെ മാത്രമേ ഉള്ളത് പറയാത്ത. ബാക്കി ആര്യനാട്, നെടുമങ്ങാട്, പറണ്ടോട്ടുള്ള റബ്ബറിനോടും പറഞ്ഞു, സ്വോത്രം തീർന്നില്ല. പിന്നെ ബാക്കി തെങ്ങൻ തോട്ടത്തിനോട് സുവിശേഷം പറഞ്ഞ് ഓലകളെല്ലാം തലയാട്ടി, സ്വോത്രം, മനുഷ്യൻ കേട്ടില്ലല്ലോ, സ്വോത്രം. അങ്ങനെ നിൽക്കട്ടെ, എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ട് ഇന്നും സ്നേഹത്തോടെ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയുന്നത്, ദൈവത്തെ ഓർത്ത് ഈ പരിപാടിക്ക് നിങ്ങൾ പോകരുത്. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. ആ സമയത്ത് നിങ്ങളുടെ കുഞ്ഞിനെ കെട്ടിക്കാൻ ദൈവം വഴി തരും, ഒരു കൊച്ചു വീട് തരും, വാഹനം തരും. അല്ല 1-ാം ദിവസം വീട്, 2-ാം ദിവസം കാനഡ, 3-ാം ദിവസം നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ്, 5-ാം ദിവസം മറ്റൊരു തലത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക്. ഏത് ലെവലാണെന്നറിയത്തില്ല, ഗ്രാഫിക് ലെവൽ. ഇങ്ങനൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്. രക്ഷ പ്രസംഗിക്കാത്ത യോഗം, മലയാളം കള്ളയോഗം വന്നില്ലേലും വേണ്ടിയല്ല. സ്നാനം പ്രസംഗിക്കാത്ത യോഗം നിത്യതയിൽ എത്തിക്കത്തില്ല. അതിനുശേഷം മാനസാന്തരം പറയാത്ത യോഗം നിത്യതയിൽ എത്തിക്കത്തില്ല. സത്യ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ പറയാതെ ഏതെങ്കിലും പോസ്റ്റ് കണ്ട് അമ്മണി സിസ്റ്ററെ, ജോമോനെ, അവരാച്ചായ തോമാച്ചായ ചാടിപ്പോവരുത്, കയ്യിലെ കാശ് പോവും. സ്തോത്രം. TV പ്രോഗ്രാമിലേക്ക് തരൂ, അതിലേക്ക് തരൂ, ഇതിലേക്ക് തരൂ. ചേട്ടൻ അറിയാതെ തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ എത്ര സ്വർണം കൊണ്ടുകൊടുത്ത ചേച്ചിമാരെ എനിക്കറിയാം, സ്വോത്രം. ഇത്രയേ ഞാൻ പറയത്തുള്ളൂ. ക്യാമറയിലായാലും പോകരുത്. ദൈവത്തെ ഓർത്ത് രക്ഷ പ്രസംഗിക്കട്ടെ, മാനസാന്തരം പ്രസംഗിക്കട്ടെ, അവസാനം ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. അത് മതി മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വീണ്ടും യേശു, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ കാലം എപ്പോഴെന്നറിയായികയാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. 3 മുന്നറിയിപ്പുകൾ. കോട്ടയ്ക്കൽ പാലിയോട് റോഡ് വരുമ്പോൾ ഒരു ഹമ്പ് കാണും. എന്താ ഹമ്പ്? അവിടെ എഴുതി വെച്ചേക്ക് സ്പീഡ് 60 കിലോമീറ്റർ. നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പൻ്റെ നിന്ന് കരഞ്ഞ് ബൈക്ക് മേടിച്ച ഉയർന്നിരിക്കുന്ന ബൈക്ക് കണ്ടില്ലേ, ഷാരൂഖ് ഖാൻ്റെ ബൈക്കല്ലേ അന്ന് പിള്ളേർക്ക് വേണ്ടിയത്, സ്വോത്രം. അവ 60 കിലോമീറ്റർ നോക്കാതെ കോട്ടയ്ക്കൽ പാലിയോട് റോട്ടിൽ ഹമ്പിൻ്റെ മേളിൽ ചാടി തെക്ക് വടക്ക് വീണിട്ട് കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വോത്രം. നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കംസ് ഹെഡ്, സ്പീഡ് സ്ലോ ആക്കണം, ബൈക്കിൻ്റെ സ്പീഡിലേ പോകാവൂ. അല്ലാതെ അവനെക്കായിൽ പൊക്കമുള്ള ഒരു സീറ്റിനകത്ത് ഒരാളെ ഇരുത്തിയിട്ട് ദൈവസഭയെ പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ കാലം. അങ്ങനെയെങ്കിൽ ഒരു മറുപടി വേണമല്ലോ ഏത് ചോദ്യത്തിനും. വായിക്കുന്നു മറുപടി. മത്തായി 24, 32, 33, 34. യേശു എപ്പോൾ വരും? നാടൻ മലയാളത്തിലാണ് പറയുന്നത്, സയൻസ് ഒന്നും തൊടുന്നില്ല. മത്തായി 24, 32, 31, 34. വായിച്ചാട്ട് കുഞ്ഞെ, യേശു എപ്പോൾ വരും? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഇനി നിങ്ങൾ പഠനത്തിൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. ഞങ്ങളുടെ പാസ്റ്റർ ഇവിടെ തന്നെ വായിക്കും. പാസ്റ്റർ സമാധാനത്തിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ബൈബിൾ കോളേജിലൊന്നും പോയിട്ടുള്ള നാടൻ കുഞ്ഞുങ്ങളാണ്. അത്തി ഇസ്രയേലിനെ പറ്റി നോട്ട് ചെയ്യുന്നവർക്ക് 3 മരങ്ങളോട് ഇസ്രയേലിനെ ഉപമിച്ചിട്ടുണ്ട്. അത്തി അവൻ്റെ രാഷ്ട്രീയം. റഫറൻസ് ബൈബിൾ ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു, ഇസ്രായേൽ. 2 മുന്തിരി. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. അത് അവൻ്റെ ആത്മീയം. 3-മത്തത് അവൻ്റെ സൗന്ദര്യം. സങ്കീർത്തനം 128, 1, 2, 3. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ
വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്തും, ബിവറേജസത്തിലെത്തത്തില്ല. നിന്റെ ഭാര്യ വീട്ടിനകത്ത് കറുത്തമുത്തും ചന്ദനമഴയും കാണത്തില്ല. നിന്റെ മക്കൾ നെയ്യാർഡാമി ചൂണ്ടയിടത്തില്ല. സ്വോത്രം. ഇങ്ങനെ ഒരു സങ്കീർത്തനം വല്ലവരും കേട്ടിട്ടുണ്ടോ? പെന്തിക്കോസുകാർക്കെല്ലാം കേൾക്കാൻ പറ്റിയ ഒരു സങ്കീർത്തന. എവിടാ? പാറശാല ഷീല കല്യാണ മണ്ഡപം. ഓർമ്മയില്ലല്ലോ. സ്വോത്രം. കല്യാണം കഴിയുമ്പോൾ ഇന്നീ മംഗല്യം ശോഭിപ്പാൻ കരുണ ചെയ്ത കർത്താവേ. ആര് കല്യാണത്തിനും പോയിട്ടില്ല? സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ചില ചുരുട്ട് കൊടുക്കത്തില്ലേ കൊച്ചു പാസ്റ്റർമാരെല്ലാം വായിക്കത്തില്ലയോ ഇപ്പോൾ ആശംസാവാക്യങ്ങൾ? അപ്പോൾ ഒരു ദൈവദാസൻ സങ്കീർത്തനം 128 യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം. അച്ചായൻ പണി കഴിഞ്ഞ് ബിവറേജസിൽ ക്യൂവിൽ നിൽക്കത്തില്ല, നേരെ വീട്ടിലെത്ത്. അച്ചായൻ വീട്ടിലെത്തുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പായിടും, അമ്മാമ്മ കട്ടൻ ചായ കൊടുക്കും. സന്ധ്യയ്ക്കൊരു പാട്ട്. ഏതാ? വന്ദനമേശു പാര നിനക്കെന്നും വന്ദനമേശു പാര. വല്ല ഉണ്ടോ എന്ന്? സ്വോത്രം. ഇന്ന് കറുത്തമുത്ത് കണ്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. കർത്താവിൻ്റെ വരവി നിങ്ങളുടെ മുഖം കറുത്തു. സ്വോത്രം. ചന്ദനമഴയും ജ്വാലയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവരൊക്കെ ആരാന്ന് ഈ ഷൂട്ട് ചെയ്യുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് TV ഇന്ന് രാത്രി അടിച്ചു പൊട്ടിക്കും. ഞാൻ മിണ്ടുന്നില്ല. സ്വോത്രം. അതുകൊണ്ട് മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറയാം. 5.5 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട. ആഹാരം തന്ന ദൈവം, കഴിപ്പാൻ തന്ന ദൈവം, അച്ചായൻ പണിക്ക് പോയിട്ട് വഴിയിൽ കിട്ടിയ കാശ് കൊണ്ട് തന്ന ദൈവത്തിന് മഹത്വം. എന്താ? ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിച്ച കർത്താവിന്, ആഹാരം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ആരെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? മടങ്ങി വരിക. കോവിഡ് കണ്ട് ദൈവസന്നിധിയിലേക്ക്. ഈ പട്ടണത്തെ ഇത്രയും അനുഗ്രഹിക്കുവാൻ കാര്യം രാത്രിയുടെ യാമങ്ങളിൽ ആരൊക്കെയോ കരഞ്ഞത് കൊണ്ട് നീ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനകത്ത് കിടക്കുന്നത്. സ്തോത്രം. രാത്രിയുടെ യാമങ്ങളിൽ ആരോ നിനക്ക് വേണ്ടി നിലവിളിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ഒരു ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്നത്. ഈ പട്ടണത്തിലെ ദക്ഷിണ കേരള മഹായിടവകയിലും പെന്തക്കോസിലും ഞാൻ പ്രസംഗിക്കാൻ വരും. എത്രയോ വീടുകളിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. 85 90 വയസ്സുള്ള പിതാക്കന്മാർ. ഞാൻ പോലും ഇറങ്ങിയാൽ രാവിലെ എഴുന്നേറ്റൊരു പാട്ടുണ്ട്, മനമേ പക്ഷിഗണങ്ങേ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. 4ാം തലമുറയിൽ വചനത്തിൻ്റെ ധ്വനിയെടുത്ത ദൈവമക്കളെ, പണ്ടത്തെ പോലൊരു പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. പായിടുന്ന അപ്പച്ചന്മാർ നമ്മുടെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കട്ടെ. പാട്ട് പാടുന്ന പെൺകുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലേക്ക് എഴുന്നേൽക്കട്ടെ. നല്ല ഒരു ശുഭകാലം ദൈവം തരട്ടെ. മടങ്ങി വരട്ടെ ദൈവസഭ, മടങ്ങി വരട്ടെ കുടുംബങ്ങൾ, മടങ്ങി വരട്ടെ ദൈവത്തിൻ്റെ ഞങ്ങളായിരിക്കുന്ന ദാസന്മാർ, മടങ്ങി വരട്ടെ വിശ്വാസികൾ. അന്ത്യദിനങ്ങളിലേക്ക് ലോകം പോയിരിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അടുത്ത വാക്ക് അതിന്റെ കൊമ്പിളതായി. വായിക്കാൻ മോനെ. അതിന്റെ കൊമ്പിളതായി. അതിന്റെ കൊമ്പിളതായി. ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവസാനം തൊട്ട് വെക്ക. ഇസ്രായേലിന്റെ വിഷയത്തിൽ അന്തിമ യുദ്ധം വരാൻ പോകുന്നത്. അടുത്തത് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഇസ്രായേൽ തളിർക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, റഡാറും കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഇന്നും അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ 10 കൊമ്പ് 7 തല. ഒരുവൻ ലോകത്തെ പിടിക്കാൻ വരും. യേശുവല്ല. യേശുവാന്നേ പറയും ഞാൻ തന്നെ വഴി, അതുപോലെ തന്നെ ഞാൻ വാതിക്കൽ. യേശു പറയുന്നു അവൻ അടുക്കെ, അഥവാ എനിക്ക് പകരമായി ഒരുവൻ വരും. അടുത്തത് വായിക്കാം. ഇതൊക്കെയും സംഭവിക്കുവോളം ഇതെല്ലാം ആലിക്കോട്ട ദൈവകുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരങ്ങൾ കാണും. ഇസ്രായേൽ തളിർക്കണം. ലോകരാജ്യങ്ങളിൽ വൈറസ് അടിക്കണം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും പൊരുതണം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഒക്കെ അവിടെ ഉണ്ടാകണം. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന്. ഈ കോവിഡ് കണ്ട തലമുറയൊന്നും പോകത്തില്ല. മരണം വഴിയായി ശവപ്പെട്ടി വണ്ടിയുടെ മേളിൽ കയറ്റി വെച്ച് പോകത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സജു ചാത്തന്നൂരല്ല, വിനോദ് കുമാർ പാസ്റ്ററല്ല, ശമുവേൽ പാസ്റ്ററല്ല. ആരാ പറയുന്നത്? യേശു സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞങ്ങളെ കേൾക്കണ്ട, യേശുവിനെ കേൾക്കണം. അടുത്തത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. പഠനത്തോട് കൂടെ പോകാം. നോട്ട് ചെയ്യാം. വരവിന്റെ 4 ലക്ഷണങ്ങൾ ട്രെയിൻ വരുന്നത് പോലെ. 1 യഹൂദ ലക്ഷണം, അത്തിയാകുന്ന ഇസ്രയേൽ. 2 എതിർ ക്രിസ്തുവാകുന്ന ലോകലക്ഷണം. 3 ഇന്നത്തെ പ്രപഞ്ച ശക്തികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, അതെ. പരശുവയ്ക്കൽ തന്നെ ഒരു ചെറുപ്പക്കാരന് ചൂടേറ്റ് മരിച്ചുപോയൊരു സംഭവം ഉണ്ടായിരുന്നു. പത്രം വായിച്ചായിരുന്നു. രാജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പരശുവയ്ക്കൽ രാവിലെ വയലിൽ നിന്നവന് റേഡിയേഷൻ ഏറ്റു. ഇനി എല്ലാത്തിനെയും കൊല്ലാൻ പോവുക, ചുട്ടുകൊള്ളും. അത് 4ാമത്തെ ലക്ഷണം ഏകലോക മതം, അന്ത്യകാലം. യേശു പറഞ്ഞു 1 ഇസ്രയേൽ തളിർക്കും. 2 കർട്ടന് പിൻപിൽ അവൻ എഴുന്നേറ്റ് വരും, ആന്റി ക്രൈസ്റ്റ്. 3 പ്രപഞ്ചത്തിൽ വ്യതിയാനം. 4 ഒരേക ലോകമതം. അതിൻ്റെ പേരാ അവൻ അടുക്കെ വാതിൽക്കൽ. സംശയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി
ഒരു ഭാഗം തൊടും ബാക്കി നാളത്തേക്ക് കൊടുക്കും. ഏക ലോക ഭരണം. ആർക്ക് വേണേലും നോട്ട് തരാം, തിരിച്ചെത്തിച്ചാൽ മതി. ന്യൂ വേൾഡ് ഓർഡർ. ലോകം ഒരുവന്റെ കയ്യിൽ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. അങ്ങനെയെങ്കിൽ അവൻ എങ്ങനെ വരും? കോവിഡിന്റെ മറവിൽ അവൻ രംഗപ്രവേശം ചെയ്യുവാൻ പദ്ധതി ഒരുക്കുന്നു. 4 കാര്യങ്ങൾ ചിന്തിക്കും കോവിഡിന്റെ മറവിൽ. നമ്പർ 1, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം ഇന്നലെ ഞാൻ തൊട്ടു. മത്തായി 24:21. കോവിഡിന്റെ മറവിൽ 4 കാര്യം ഇവിടെ നടന്നു. 1, എല്ലാ മനുഷ്യന്റെയും ഡേറ്റ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയി. 2, താലിബാൻ ഇവിടെ വീണു. 3, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഈ കാലഘട്ടത്തിൽ ഒരു പിടിമുറുക്കം നടത്തി. 4, ഡൽഹിയിലെ കർഷക സമരം. നിങ്ങൾക്കറിയാം ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് രാത്രി കാരക്കോണത്തൊരു പരിപാടിക്ക് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ട്രയൽ നടക്കും. IB, ഇന്റലിജൻസ്, കേരള പോലീസ്, മാസ്റ്ററില് പരേഡ് ഇതെല്ലാം നടത്തിയതിന് ശേഷം വരൂ. അങ്ങനെയെങ്കിൽ ഒരുവൻ ലോകം ഭരിക്കാൻ വരണമെങ്കിൽ കാര്യങ്ങൾ ശരിയാകണം. അർത്ഥം, സകല മനുഷ്യനെ പറ്റിയുള്ള ഡേറ്റ ഒരുവന്റെ കയ്യിലെത്തണം. പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ ഇന്ന് രാത്രി 10 മണിക്ക് അദ്ദേഹത്തെ ഒന്ന് ഫോൺ വിളിക്കണം. സാറേ, പാറശാല നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടർമാരുണ്ട്? ഒരു ബുക്കും തുറക്കണ്ട, പുള്ളി കണ്ണടച്ചുകൊണ്ട് പറയും എത്ര വോട്ടർമാരുണ്ടെന്ന്. സ്വോത്രം വേണമെന്നുണ്ട് ഓരോ പഞ്ചായത്തിന്റെ കണക്കും പറയും. ജയിച്ച MLAക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ഭരണത്തിൽ വരുന്ന ഒരുവൻ ലോകത്തെ മുഴുവൻ പിടിക്കണമെങ്കിൽ മനുഷ്യന്റെ ഡീറ്റെയിൽസ് മുഴുവൻ എവിടെ പോകണം? ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകണം. ലോകാരംഭം മുതൽ തൊട്ടടുത്ത് കാരക്കോണം, തിരുവനന്തപുരം RCC, അത് കഴിഞ്ഞിട്ട് നമ്മുടെ PRS എവിടെ കരമന, അത് കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകര NIMS. അവിടെ പോയാൽ നിങ്ങൾ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ അവർ ചോദിക്കുന്നു. ഇല്ല, ക്യാൻസറിന്റെ ചികിത്സ ഏറ്റവും തീവ്രമായത്. നിങ്ങൾ ഇവിടുന്ന് പോയാൽ റെഫറൻസ്, അതിനുശേഷം കോണ്ടാക്ട് നമ്പർ, അഡ്രസ്സ്, പിന്നെ എന്തെങ്കിലും സഹായം കിട്ടണേ റേഷൻ കാർഡിലെ വരുമാനം, അല്ലാതെ ഒന്നും നോക്കണ്ട. പക്ഷേ ഈ കോവിഡ് വാക്സിൻ, എത്ര വാക്സിൻ, ഏത് വാക്സിൻ ഇറങ്ങിയിട്ടും, കോവാക്സിൻ ഇറങ്ങി, കോവിഷീൽഡ് എഴുതി, സ്പുട്നിക് ഇറങ്ങി, ഓക്സ്ഫോർഡ് എഴുതി, XOCD 24 ഇറങ്ങി, ഫൈസർ ഇറങ്ങി, മഡോണ ഇറങ്ങി, ജോൺസൺ ആൻഡ് ജോൺസൺ ഇറങ്ങി. നാളെ അതെല്ലാം പറയാം. ഏത് വാക്സിൻ എടുക്കണമെങ്കിലും മനുഷ്യന്റെ സംബന്ധിച്ചൊരു രേഖ കൊടുക്കണം. മിണ്ടുന്നില്ല, കരമുയരുന്നില്ല. കോവിഡ് വാക്സിൻ എടുക്കുവാൻ പാലിയോട്ടും പടപ്പിത്തോട്ടത്തും മുഴങ്കലും പോയപ്പോൾ ഡയറക്റ്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചെന്ന ഉടനെ അവിടെ ഇരിക്കുന്ന ലില്ലിക്കുട്ടി സിസ്റ്റർ ആർക്കെങ്കിലും വാക്സിൻ എടുത്തു തന്നെങ്കിൽ ഇപ്പോൾ ക്യാഷ് ഫ്രീ ഇല്ല. അവരാദ്യം പറയും അക്ഷയ അല്ലെങ്കിൽ സേവന കേന്ദ്ര, മൊബൈലുമായിട്ട് പോകുക, ആധാർ ലിങ്ക് ചെയ്യുക. അപ്പോൾ മൊബൈലിനകത്ത് മെസ്സേജ് വരും, ഇത്രാം തീയതി ഇത്ര മണിക്ക് 10:30 നിങ്ങളുടെ സ്ലോട്ട് റെഡി, ഇന്നടത്ത് പോയി വാക്സിൻ എടുക്കാം. ഇതെവിടെ പോകുന്നു? ലോകം ശ്രദ്ധിക്കുക. 666 ലോകം 666 ആധാറും മൊബൈൽ നമ്പരും ഇന്റർലിങ്കായി ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. കണ്ടോ? ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി അത് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ വിവരങ്ങൾ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരം മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിൽ ആധാർ, ഇസ്രായേലിൽ പാസ്പോർട്ട്, ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി, അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, എല്ലാ രാഷ്ട്രങ്ങളിലും മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന നമ്പർ രേഖപ്പെടുത്തിയിട്ട് മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ വാക്സിൻ. 1, ഇതെവിടെ? അക്ഷയയിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ എയിംസിലേക്ക് പോകുന്നു. 2, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. 3, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. 4, ഇതെവിടെ ചെല്ലുന്നു? യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസിനകത്ത് ചെല്ലുന്നു. സംശയം വല്ലവർക്കും ഉണ്ടോ? ഇന്ത്യയിൽ എത്ര കോടി പേർ വാക്സിൻ എടുത്തു? നമ്മൾ മിണ്ടുന്നില്ലല്ലോ. ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ ചെന്നു? എയിംസിൽ ചെന്നു. മേരാ ഭായിയോ ബഹനോ, ഇന്ത്യ भी ऊंचा ऊंचा तरफ जाएगा, 100 करोड़ नागरिकों को വാക്സിൻ ले लिया. കേട്ടില്ലായിരുന്നു അങ്ങനെ? സ്വോത്രം. മൊബൈലിൽ ഇപ്പം ട്യൂൺ വന്നില്ലയോ? നമ്മൾ ചെറുപ്പക്കാരനെ വിളിക്കും, ചെറുപ്പക്കാരെ വിളിക്കുമ്പോൾ ഇന്ത്യ ഈസ് ഗോയിങ് 100 crore വാക്സിൻ. ഇങ്ങനെ കേട്ടിട്ടില്ലേ? വാക്സിൻ എടുത്ത്
മോഡി സാറിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? പാറശാല MLA പറഞ്ഞു, പിണറായി വിജയൻ സാർ പറഞ്ഞു, കാട്ടാക്കട താലൂക്ക് ആശുപത്രി മോഡി സാർ വന്നോ, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി മോഡി സാർ വന്നോ. ഈ പാലിയോടും നിങ്ങളീ കാണുന്ന ആലിക്കോട്ടും അക്ഷയ സേവന കേന്ദ്രം അല്ലെ, നിങ്ങളുടെ വീട്ടിനകത്ത് 14 ഇഞ്ച് ലാപ്ടോപ്പിനകത്ത് നെറ്റ് കൊടുത്തിട്ട് പ്രിന്ററിനകത്ത് നിങ്ങളുടെ വാക്സിൻ്റെ രേഖയെടുക്കുമ്പോൾ പറയാം, അത് നിങ്ങളുടെ മൊബൈലിൽ വരുമ്പോൾ ഈ സിസ്റ്റം എവിടെ പോന്നു? ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോന്നു. സന്തോഷമില്ല, കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ രേഖ മൊത്തം ഒരുവന്റെ കയ്യിലെത്തി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, അക്ഷയയിലും സേവനയിലും നമ്മുടെ ആധാർ കൊടുത്ത് വാക്സിന് വേണ്ടി സ്ലോട്ട് ധരിക്കുമ്പോൾ ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലും, അത് കഴിഞ്ഞിട്ട് എവിടത്തേക്ക് ചെന്നു, അത് കഴിഞ്ഞിട്ട് നേരെ എവിടെ ചെന്നു? എയിംസിലേക്ക് ചെന്നെങ്കിൽ ഇന്ന് ലോകാരോഗ്യ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട്, 600 കോടി പേർ വാക്സിൻ എടുത്തെങ്കിൽ അവരുടെ രേഖ മുഴുവനും ഒരു കമ്പ്യൂട്ടറിനകത്തായെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്കും യേശു പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കലാൽ ഒരുവൻ ഭരണത്തിലേറുന്നതിന് മുമ്പ് ലോകത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഡേറ്റയും ഒരു സൂപ്പർ സോണിക് കമ്പ്യൂട്ടറിനകത്ത്, ആധാറിന്റെ മറവിനകത്ത്, കോവിഡിന്റെ വാക്സിനകത്ത് അവൻ ചോർത്തിക്കൊണ്ട് പോയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, യേശുവിന്റെ വരവിന് വേണ്ടി കൊതിക്കുന്ന ദൈവമക്കൾ, ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത സംഭവം കാണുമ്പോൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നാഥന്റെ വരവ് മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി. ആലിക്കോടെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കുന്നു. നീതി സൂര്യൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കോവിഡിന്റെ മറവിനകത്ത് മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുപോയെങ്കിൽ ഒരു ഭരണാധികാരി രംഗപടത്തിന് പിൻപിനകത്ത് ആയിരിക്കുന്നു. അവൻ അടുക്ക വാതിൽക്കൽ. ഒന്നാമത്തെ സംഭവം. ഗോത്രം പലരും വിചാരിക്കും നിങ്ങളെ ഇത് കാണാനാണ്. ഇതിനൊന്നുമല്ല, ഇത് ചെല്ലണ്ടിയ സ്ഥലത്തെത്തി. അത് പണ്ട് നമ്മുടെ സ്വപ്ന ചേച്ചിയോടുള്ള പുറകെ ഒരു ചേട്ടൻ നടന്നു, ശിവശങ്കർ, വല്ലവർക്കും ഓർമ്മയുണ്ടോ? നല്ല മനുഷ്യൻ, സ്വത്രം. അപ്പോൾ അയാളൊരു പരിപാടി കൊണ്ടുവന്ന് സ്പ്രിംഗ്ലർ കേട്ട ചെറുപ്പക്കാർ വല്ലതും ഉണ്ടോന്ന് കൈ ഉയർത്തിയാട്ടെ. സ്പ്രിംഗ്ലർ ചില സഹോദരന്മാർ വിദ്യാഭ്യാസമുള്ളവരുണ്ട്. സ്വത്രം. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. സ്വത്രം 100 കോടിയാണ് നാളെ, അന്നേരം ആ ഫലം കിട്ടുന്നത്. സ്വത്രം. അപ്പം ഈ ശിവശങ്കരൻ പണ്ട് സ്പ്രിംഗ്ലർ കൊണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കത്തി വെച്ചില്ലേ, പുള്ളിയെ നാശകോശമാക്കി. ഇപ്പം വാക്സിൻ വന്നപ്പോൾ വല്ലവരും മിണ്ടിയോ? സ്വത്രം. എല്ലാം ചെന്ന് കാത്തിരക്കോ ദന്തമാക്കൻ വാക്സിൻ. സ്വത്രം. എല്ലാത്തിൻ്റെയും ഡേറ്റ കൊണ്ടുപോയി. അതാ ഓൺ വേ വേൾഡ് ഓർഡറിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മുഴുവൻ ഡേറ്റ കൊണ്ടുപോയി. നമ്പർ 1. നമ്പർ 2, കോവിഡ് കാലത്തെ രണ്ടാമത്തെ സംഭവം, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എല്ലാ സ്ഥലത്തേക്ക് യാത്ര നടത്തി. 65 വയസ്സുള്ള ഒരു വ്യക്തി പോലും വീട്ടിനകത്തിറങ്ങരുത്, ഫൈനടിക്കും, TT അടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദാ കണ്ടില്ലേ, കഴിഞ്ഞ കോവിഡ് കാലം G20 ഉച്ചകോടി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എവിടെ പോയെന്നറിയാമോ? ബ്രിട്ടനിൽ പോയി. ആരെ കണ്ടു? വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കണ്ടു. മതത്തിനെതിരല്ല. മാർപ്പാപ്പയോട് പറഞ്ഞൊരു വാക്ക് ചെയ്താ, മാർപ്പാപ്പ അങ്ങ് യഥാർത്ഥ പിതാവാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ടോണേ. സ്വത്രം. എത്ര നല്ല വാക്ക്. ഇത് പ്രിന്റ് കൊടുക്കാം. മാർപ്പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നരേന്ദ്രമോദി അങ്ങ് യഥാർത്ഥ പിതാവാണ്, കൂടിക്കാഴ്ച സന്തോഷകരം. ഞാനല്ല, മലയാള മനോരമയായത്. ഇംഗ്ലീഷ് എടുത്താൽ പറയും കള്ളമാണ്. സ്വത്രം. അതുകൊണ്ട് മനോരമ എടുത്തത്. അവിടെ ചെന്നപ്പോൾ മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നപ്പം കുറേ വ്യവസായികൾ മോഡി സാറിനെ പിടിച്ചു. ആരാ വ്യവസായികൾ? ഇന്ന് ആരാ ലോകത്തിലെ ഏറ്റവും നല്ല ആൾക്കാർ? പിണറായി വിജയൻ സാറാണ്. കഷ്ടം. അവരൊക്കെ വരും പാർട്ടി നേതാക്കന്മാർ. തിരുവനന്തപുരത്ത് അദാനി വരുമ്പോൾ എന്തോ ഒരു സ്വീകരണമാണ്. സ്വത്രം. അദാനി, അംബാനി, യൂസഫ് അലി, അത് കഴിഞ്ഞിട്ട് വേറെ ഇലോൺ മസ്ക്, അവനാ പറയുന്ന മനുഷ്യനെ റോക്കറ്റിനകത്ത് കയറ്റിവിടണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഭൂമിയിലെ വ്യാപാരികൾ മഹത്തുക്കളാകും. മിണ്ടുന്നല്ലോ. ഈ എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം, അവിടെ പാത്രക്കീസിൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയിൽ സ്ഥിരം സെൻറ്റ് പോൾസ് മിഷൻ്റെ വിഷയത്തിൽ ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ പള്ളിയോട് ചേർന്നൊരു മിഷൻ വീടാണ്. അച്ഛൻ പാവമാണ്, വിവാഹം കഴിക്കാത്ത പുരോഹിതനാണ്. അപ്പോൾ അച്ഛൻ്റെ റൂമിനടുത്ത് 2 റൂമുണ്ട്. രാത്രി ഞങ്ങൾക്ക് ഭക്ഷണം തരും, ഞാൻ അവിടെ കിടന്നുറങ്ങും. അച്ഛൻ ഒത്തിരി കാര്യം സംസാരിക്കും, സാജു ബ്രദറെ കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഇന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി കിഴക്കമ്പലം നമ്മുടെ ഈ സാബു കിറ്റക്സ്, നമുക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ കിറ്റക്സിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ദിവസം സാബുവിനെ തിരക്കി ആന്ധ്രയിൽ നിന്ന് പ്ലെയിൻ ഇറങ്ങി കൊച്ചി. അച്ഛൻ എന്നെ വിളിക്കുക, എൻ്റെ പൊന്ന് സാജു ബ്രദറെ, ഈ ലുങ്കിയും കൈലിയും അന്നാ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്നവൻ്റെ 35,000 കോടി ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അയലത്ത് കിടന്നവൻ. സ്വത്രം. അന്ന് വരെ അറിയത്തില്ലായിരുന്നു. ഇപ്പം ആരാ കാര്യം? ഭൂമിയിലെ വ്യാപാരികൾ. അവരെല്ലാം പത്രം തുറന്നാവുള്ളു. അദാനി, റിലയൻസ്, മോർമോർ, ആദിത്യ, അത് കഴിഞ്ഞിട്ട് അവരെല്ലാം ഇന്നത്തെ ആൾക്കാർ. അന്ത്യകാലം. മോഡി സാർ അവിടെ ചെന്നപ്പോൾ ഇനി കേൾക്കണം,
അവിടെ ഒരു വലിയ അച്ചായനെ കണ്ടു. ആ അച്ചായൻ്റെ പേരാ മൈക്രോസോഫ്റ്റിൻ്റെ ഇന്നത്തെ തലവൻ ബിൽ ഗേറ്റ്സ്. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തിയാട്ട്. സ്കൂളിൽ പോകുന്ന മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ്. അങ്ങനെ കേട്ട ആരെങ്കിലും? കൈ ഉയരുന്നില്ലല്ലോ, ചെറുപ്പക്കാരും കാണുന്നില്ലല്ലോ. ഫേസ്ബുക്കും ഇൻ്റർനെറ്റും ഉപയോഗിക്കുന്ന ആരും കണ്ടിട്ടില്ലേ? മൈക്രോസോഫ്റ്റിൻ്റെ തലവൻ ബിൽ ഗേറ്റ്സ്. അവൻ്റെ പരിപാടിയാ ഡീപോപ്പുലേഷൻ, ജനസംഖ്യ കുറയ്ക്കണം. മോഡി സാറ് കേട്ടുകൊണ്ട് പോരുന്നു. എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു, അച്ഛന്മാരെയും പാസ്റ്റർമാരെയും എല്ലാം ഇടപെടുത്തിക്കോണം, അമ്പലത്തിലെ പൂജാരികളെ പെട്ടെന്ന് വാക്സിൻ കൊടുക്കാൻ. നേരെ അവിടെ പോയിട്ട് ഇവിടെ വന്ന് മോഡി സാറ് പറഞ്ഞു, സബ് നാഗരികോ വാക്സിൻ ലേലോ. എന്താ പറഞ്ഞത്? അച്ഛന്മാർ പള്ളിക്കാരെല്ലാം വാക്സിൻ എടുക്കാം. പിന്നൊരു പരിപാടി മോഡി സാർ ചെയ്തു, വിവാഹപ്രായം കൂട്ടി. കേട്ട വല്ലവരും കൊണ്ട് ഒന്ന് കൈ ഉയർത്തിയാട്ടെ. വിവാഹപ്രായം എത്രയായി? 21 വയസ്സ്. UN മുഴുവൻ ഭരണഘടന വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിനകത്ത് 158 രാജ്യങ്ങളിൽ എന്താ ചെയ്യുന്നതെന്നറിയാമോ? 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വിവാഹം. ഇത് പാർലമെന്റിൽ വന്നാൽ പ്രശ്നം. ഇന്നത്തെ ഭരണക്കാർ ബുദ്ധിയുള്ളവരാ. ഉച്ചയ്ക്ക് ശൂന്യവേളയിൽ ഇന്ത്യയിലെ ജനസംഖ്യ 135 പോകുന്നത് കണ്ട് മോഡി സാർ ഒരു നിയമം കൊണ്ടുവന്നു, വിവാഹപ്രായം 21. മിണ്ടുന്നില്ല, പറഞ്ഞു തരാം എന്താ അതിൻ്റെ കാര്യം. ജനസംഖ്യ ഡീപോപ്പുലേഷൻ. ഒരു രക്ഷയില്ല. കല്യാണ സഭ രജിസ്റ്റർ ആപ്പി പെരുങ്കടവിളയോ ഇനി എവിടെ പോയി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 21 ആധാറിലെ പെങ്കൊച്ചിനോട് പറയും കാർ വാപ്പസി വീട്ടിൽ പോയി ഡിഗ്രി പഠിച്ചോളാം. സ്വത്രം ചാടിയൊന്നും പോകാൻ രക്ഷയില്ല. പെൺപിള്ളാരോട് പറയാം മതിരിയാടരുത്. അവസാനം കുഴപ്പമായി പോയി. 21 വയസ്സാകാതെ കല്യാണം ഇല്ല പെങ്കൊച്ചുങ്ങൾക്ക്. അർത്ഥം ഡീപോപ്പുലേഷൻ. ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. ദാനിയേൽ 7:24-25 വായിക്കുന്നില്ല. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുക, അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുക, സമയത്തെയും നിയമത്തെയും അവൻ തെറ്റിച്ചു കളയും. കാലവും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ചുമ്മാതല്ല മോഡി സാർ അവിടെ പോയത്. അവിടുന്ന് കിട്ടിയ വാക്ക് പ്രകാരം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരോട്, ഒറ്റ രാഷ്ട്രീയ പാർട്ടിയോട്, BJPയുടെ നേതാക്കളോട് പോലും ചർച്ച ചെയ്യാതെ മോഡി സാർ അമിത്ഷായി ഉച്ചയ്ക്ക് 12:30 നിയമം കൊണ്ടുവന്നു. ഇന്ത്യയിൽ വിവാഹപ്രായ പരിധി 21. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കണം, കർട്ടന് പിൻപിൽ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നതിന് മുമ്പ് പാർലമെന്റിനകത്ത് പോലും നിയമങ്ങൾ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ പറയണ നമ്മുടെ യേശു വരാൻ കാലമായി പ്രവചനങ്ങളുടെ നിവർത്തി മുഴുവൻ നാം കാണുന്നു. സ്തോത്രം. പോയത് G20 ഒച്ചകോടിയാ. ഇത് നമ്മുടെ സൂസി സിസ്റ്റർ ബ്ലൗസിന് അല്ല ചുരിദാറിന് ഈ കർട്ടൻ മുരിക്കുന്ന പോലെ അവസാനം 10 ആവും. അപ്പോഴാ 10 കൊമ്പ്. ദാ കിടക്കുന്നു നരേന്ദ്രമോദി സാർ. എവിടെ കിടക്കുന്നു? ബ്രിട്ടനകത്ത് G20 കോവിഡ് കാലത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. തീർന്നില്ല, ചരിത്രം പിറന്നു. ഇറാഖിൽ ഷിയ ആത്മീയ ആചാര്യനെ കണ്ട് മാർപ്പാപ്പ ദാ കിടക്കുന്നു. എന്തിന് മാർപ്പാപ്പ ഷിയ നേതാവിനെ കാണുന്നു? ഇറാഖിൽ ഒരു മാൾ വരുന്നു, എതിർ ക്രിസ്തുവിന്റെ സപ്പോർട്ട് കൊടുക്കാനാ മാർപ്പാപ്പ പോയത്. പറയാം, ഇന്ന് മാർപ്പാപ്പ പറയുന്നത് മതം ഒരു സൈഡിൽ, മറു സൈഡിൽ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. കേട്ട വല്ലവരുണ്ടോ? കൈ ഉയർത്തിയായിട്ട് ആഗോളതാപനം, ചൂട് കൂടുന്നെന്ന്. കൈ ഉയരുന്നില്ലല്ലോ, ചെറുപ്പക്കാരെല്ലാം വല്ലാതിരിക്കുന്നല്ലോ. സ്വോത്രം. ഇതിൻ്റെ പേരാ ഗ്ലോബൽ വാർമിങ്. വെളിപ്പാട് 13:11. ഒന്നാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന്, രണ്ടാം മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. 1 മതം, 2 രാഷ്ട്രീയം. അങ്ങനെയെങ്കിൽ ഇന്ന് റഷ്യയുടെ യുദ്ധം വന്നപ്പം ഒരു മത നേതാക്കൾ റഷ്യയോട് മിണ്ടിയില്ല. പക്ഷേ മാർപ്പാപ്പ റഷ്യൻ എംബസി പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം നിർത്തണം, ആളെ കൊല്ലുന്ന പരിപാടി നിർത്തണം. വേറെ എല്ലാ മത നേതാക്കളും എംബസി പോയില്ല. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൈപിടിക്കുന്നു. 3 ഇന്ത്യയുടെ തന്നെ ആത്മീയത്തിൽ നിൽക്കുന്ന മാതാ അമൃതാനന്ദമയി വത്തിക്കാനിലെത്തി. ലോകാരംഭം മുതൽ ഇതുവരെ കാണാത്ത സംഭവം അവിടെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കണം, ദാ കിടക്കുന്നു സിറിയയിൽ ഏറ്റവും വലിയ മതപുരോഹിതൻ, ഇസ്ലാമിന്റെ നേതാവുമായി കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ പ്രാർത്ഥിക്കുന്നു. കോരിന്ത്യ ലേഖനം, ആ വിശ്വാസികളുമായി ഇണയില്ലാ പിണ. മിണ്ടുന്നില്ല. സ്വോത്രം. അതിനെപ്പോലെ നിയമത്തെ മാറ്റി അന്ത്യകാലം. അടുത്തത് ദാ കിടക്കുന്ന ശിവഗിരി മഠാധിപതി കാലം ചെയ്ത സ്വാമി അതിനു മുമ്പ് വത്തിക്കാനിലെത്തി. ഏകലോക മതത്തിലേക്ക്, ഏകലോക കമ്പ്യൂട്ടർ, ഏകലോക മതം. തീർന്നില്ല, വീണ്ടും കേൾക്കണോ? ഏറ്റവും നിർണായകം, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ എത്തിയെന്നറിയാമോ? അബുദാബിയിൽ. സ്വോത്രം. മാർപ്പാപ്പയെ സ്വീകരിച്ച അറബ് രാജ്യം. ദാ കിടക്കുന്നു. അവിടെ ചെന്നിട്ട് കത്തോലിക്ക സഭയുടെ പിതാവ് പറഞ്ഞ എന്താണെന്നറിയാമോ?
നമ്മളെല്ലാം അബ്രഹാമിൻ്റെ മക്കളായി ഇനി ഒരുമിച്ച് പോകണമെന്ന്. സ്തോത്രം. കണ്ടോ? അതുകൊണ്ടാണ് ഇനി അവസാനം എന്ന് കേൾക്കുമ്പോൾ അറിയാം അവരെല്ലാം ഒന്നാവുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കേൾക്കണം, മത ഏകീകരണം. ഒരു വൺ വേൾഡ് റിലീജിയൻ കൊണ്ടുവരുവാൻ ദാ നിൽക്കുന്നു. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ. ആർക്കും തെളിവ് വരാം, നിങ്ങൾ ധൈര്യമായിട്ട് പോരുന്നാൽ മതി. ആരൊക്കെയുണ്ട് പാസ്റ്ററെ? കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മാതാമൃതാനന്ദമയി അമ്മച്ചി, സ്വാമി പ്രകാശാനന്ദ, പൂങ്കുഴി, കുഴിയാറ്റിൽ, ആലഞ്ചേരി പിതാവ്, കോലഞ്ചേരി പിതാവ്, എല്ലാം ഒരു കൊടക്കീഴിൽ. സ്വോത്രം. സമുദായക്കാർ മൊത്തം അവിടെ എത്തിയെന്ന്. ഇനി ഒരു കൂട്ടമേ ചെല്ലാലുള്ളൂ. അതാരെന്നറിയാമോ? പെന്തിക്കോസുകാർ. സ്വോത്രം. തീർത്ത് പറയാം, ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾക്ക് ഓഫർ വന്നെങ്കിലേ ഞങ്ങൾ പോവും. സ്വോത്രം. എപ്പ കവർ വരുന്നോ ഞങ്ങൾ അവിടെ ചെല്ലും. അന്ന് രാത്രി കർത്താവ് മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇത്രയുള്ള ഇതിൻ്റെ പേരാ ദ ന്യൂ വേൾഡ് റിലീജിയൻ. നമ്പർ 1. The background history. 24 months COVID is going. The vaccine is come to everywhere. Covaxin, Covishield at anyone. Are you taken the vaccine? At first you go to Aadhar or Akshaya Kendra, submitted to your Aadhar. Then the result is come to your mobile. Then primary health center, take it to the vaccine. The details is going to one server, India. That means going to PM office. Otherwise going to otherwise the medical history is going to വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ദെൻ UN ഓഫീസ്. അങ്ങനെയെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് മനുഷ്യന്റെ പേര്. ദ സെക്കൻഡ് വൺ, ദ ന്യൂ വേൾഡ് റിലീജിയൻ. മാർപ്പാപ്പ സകല മതത്തെയും കൈപ്പിടിച്ചു കോവിഡിന്റെ മറവിൽ. ഏകലോക മതം. മൂന്നാമത്തെ സംഭവം ഡൽഹിയിലെ കർഷക സമരം. അങ്ങനെ വല്ലവരും കേട്ടായിരുന്നു? കൈയൊന്ന് ഉയർത്തിയാട്ട്. കർഷക സമരം ഡൽഹിയിൽ. ഇവിടെ ആയിരക്കണക്കിന് പേർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേർ ഡൽഹിയിൽ കർഷക സമരം. ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ ഒരു സമരം? പുറകോട്ട് ഞാൻ തൊട്ടുവെച്ച് തരാം. വചനം ക്ലിയറായിട്ട് പഠിച്ചോണം. 2009 സമരം ആരംഭിച്ചത്, ജനം റോഡിലിളകിയത്. ആ കർഷക സമരത്തിന്റെ ചുവട് പിടിച്ച മാർച്ച് 28, 29 ഇവിടെ 48 മണിക്കൂർ പണിമുടക്ക്. റോഡിൽ അങ്ങനെ പോസ്റ്റ് കണ്ടുവരുന്ന കൈ ഉയർത്തിയാട്ട്. മാർച്ച് 28, 29 പണിമുടക്ക്. അച്ചായ മാത്രം കൈ ഉയർത്തി. സ്വോത്രം. എന്താ ഈ 48 മണിക്കൂർ പണിമുടക്ക് എവിടെ തുടങ്ങിയത്? അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിൽ. ശമ്പളം കിട്ടുന്നില്ല. അവർ തുടങ്ങി വെച്ച മുദ്രാവാക്യമാ വി വാണ്ട് ജോബ് അതർവൈസ് ഗോ ടു ജയിൽ. അവിടെ തുടങ്ങി. അതെവിടം വരെ വന്നു? എവിടത്തേക്കാ അത് വന്നത്? ഈ അമേരിക്കയിലെ ഇളക്കം ബ്രിട്ടനിൽ വന്നു. കുർബാന സമയത്ത് ജനം റോഡിൽ ഇളകി. അതിനുശേഷം ആ ഇളക്കം എവിടെ വന്നു? ചൈനയിൽ വന്നു. ടിയാമൻ സ്ക്വയറിനകത്ത് കുഞ്ഞുങ്ങളെ വെടിവെച്ചു കൊന്നു. ലോകചരിത്രം, ബൈബിൾ. അതിനുശേഷം ആ സമരം എവിടെ വന്നു? ഈ ഗൾഫ് രാജ്യത്ത് ഷേഖിൻ്റെ കാറ് മലയാളികൾ തമിഴ്നാട്ടുകാർ തടഞ്ഞു. മര്യാദയ്ക്ക് ശമ്പളം തരാം. ഷേഖ് ഞെട്ടിപ്പോയി. സ്വോത്രം. തോക്കെടുക്കാൻ പറ്റുമോ? അതെവിടെ വന്നു? ഡൽഹിയിലേക്ക് വന്നു. ഡൽഹിയിൽ ഒരു അപ്പച്ചൻ കയറി മൈതാനത്തിരുന്നു. പേരറിയാമോ? അണ്ണാ ഹസാരെ. വല്ലതൊക്കെ വായിക്കണം. അങ്ങനെ ഒരു അപ്പച്ചൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ ഞാൻ വായിച്ചു, നെട്ടിപ്പോയി. 3 ദിവസം മൻമോഹൻ സിംഗ് ഉറക്കിയില്ലെന്ന് 72 മണിക്കൂർ. ഞാൻ വിചാരിച്ച് PG വർഗീസ് എന്ന് പറയുന്ന സാറ് യോഗത്തിന് വിളിച്ച് കാണും. അങ്ങനെ പോയി കാണുമെന്ന്. കാത്തിരിപ്പ് യോഗം. അത് കഴിഞ്ഞിട്ട് മറ്റേ കെ ജോയി ഡൽഹിയിലെ പാസ് വിചാരിച്ച അന്നേരം അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്നത് ഒരപ്പച്ചൻ കയറി ബിസിലടിച്ചെന്ന്. അന്നൊരു പാർട്ടി ഡൽഹി തുടങ്ങി. ഇന്ന് മനോരമയിലുണ്ട്. അവൻ്റെ പേരാ ചൂല് പാർട്ടി. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? കൈ ഉയർത്താ. അവൻ്റെ പേരെന്താണെന്നറിയാമോ? കേജ്രിവാൾ. വെളിപ്പാടിലെ വാളിനേക്കാളും നല്ലൊരു കേജ്രിവാൾ. കഷ്ടം. മോഡി സാറ് പറഞ്ഞാൽ അവൻ കേൾക്കത്ത് പോലുമില്ല. ഒമിക്രോൺ വന്നപ്പം കേന്ദ്ര ഗവൺമെൻറ് യോഗം വിളിക്കുന്നതിന് വിട്ട് പുള്ളി പറഞ്ഞു ഡൽഹി ലോക്ക്ഡൗൺ. മിണ്ടണ്ട. സ്വോത്രം. കണ്ടില്ലേ? മോഡി സാർ ഇവിടെ തപ്പ് കൊട്ടാൻ പറയുന്നതിന് വിട്ട് കേജ്രിവാൾ പറഞ്ഞു ഡൽഹി ഒന്നിക്കൊന്നിരാടെ കട തുറക്കും. മെട്രോ ട്രെയിൻ ഞാൻ നിർത്തിയെന്ന്. സ്വോത്രം. രോഗം പകരാതിരിക്കാൻ. ഇന്ന് ഡൽഹി ഭരിക്കുന്ന ആരാ? BJPയുടെ കാവിക്കൊടിയല്ല. വർഷങ്ങൾ ഭരിച്ച കോൺഗ്രസ് അല്ല. ഒരു ചെറുപ്പക്കാരൻ IAS കാരൻ കേജ്രിവാൾ ഇന്ന് തൻ്റെ ഇടത്തോടെ ഡൽഹി ഭരിക്കുമ്പോൾ പിന്നിൽ ജനമിളകി. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദാണ്ട പഞ്ചാബിനകത്തെല്ലാം കടന്ന് മുട്ടടിച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയത്തിൽ ബിരുദം നേടിയതാ. അതുകൊണ്ട് എനിക്കറിയാം. പഞ്ചാബിലും ആപ്പ് പാർട്ടി കയറാൻ പോകുന്നു. ഗോവയിലും AAP ചൂല് പിടിക്കാൻ പോകുന്നത്. സ്വോത്രം. ഇന്ന് രാത്രി ജനമിളകിയതിൻ്റെ പിൻപിൽ തുടങ്ങിയ പാർട്ടിയാ. ഇന്ന് പിന്നെ കേരളത്തിലേക്ക് വന്നാൽ എന്താ? എല്ലായിടത്തും സമരം. പിന്നെ മെത്രാൻ സമരം. അത് കഴിഞ്ഞിട്ട് പള്ളി പിടിക്കാൻ സമരം. സകല ആൾക്കാർ സമരം. പെമ്പിളെ ഒരുമൈ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മൂന്നാറിനകത്ത് 3000 പെങ്കൊച്ചുങ്ങളെ റോഡിലകത്ത് ഇറങ്ങിയത്. തീർന്നില്ല. കേരളത്തിൽ ഒരു നല്ല സംഘടന ഉണ്ടായിരുന്നു. നമ്മുടെ സഹോദരന്മാർ ഇരുന്ന് സമരം, കിടന്ന് സമരം, നിലവിളി സമരം. അതൊക്കെ കേട്ട ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ, VSDP. എവിടാന്നിപ്പോൾ കാണാനില്ല. സ്തോത്രം. ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ തടഞ്ഞെന്ന് ഇപ്പം ആരെയും കാണുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. സ്തോത്രം. വ്യത്യസ്ത സമരം. എത്ര സമരം. ഇരുന്ന് സമരം, നിലവിളി സമരം, കിടന്ന് സമരം. തീർന്നില്ല. ആ സമരം അന്ത്യത്തിങ്കൽ എവിടെ ചെന്നു? ഡൽഹിയിലെ കർഷക സമരം.
എന്താ ഡൽഹിയിലെ കർഷക സമരം? ഈ 2020 നവംബർ മുതൽ ഒരു വർഷം ആരൊക്കെ ഇറങ്ങി? ഹരിയാന, അംബാല, സിംഗു, ലഖീംപൂർ, മധുര, രാജസ്ഥാൻ, സകല ആൾക്കാരും റോഡിനകത്തിറങ്ങി ഡൽഹിയിലെ കർഷക സമരം കോവിഡിന്റെ മറവിൽ. എന്തിനാ? വൻകിട കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് എല്ലാ ആളുകളും എഴുതി വെച്ച് മനുഷ്യന്റെ പ്രയത്നഫലം കൊടുക്കാതിരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും റോഡിലിളകി. പഞ്ചാബി ഇറങ്ങി, മലയാളി ഇറങ്ങി, തമിഴ്നാട്ടുകാരൻ ഇറങ്ങി. ഒരു വർഷം ഡൽഹിയിലെ കർഷക സമരം ഇന്ത്യ ഗവൺമെന്റ് മുട്ടുകുത്തി ഈ കോവിഡിന്റെ മറവിൽ ജനത്തെയും ഇളക്കി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എവിടം വരെ ഇളകി? ഒന്ന്, മനുഷ്യന്റെ രേഖ മുഴുവൻ ഒരു കമ്പ്യൂട്ടർ. രണ്ട്, ഒരു മതം ലോകത്തെ പിടിച്ചുകൊണ്ട് ഒരു നേതാവ് മത നേതാവായി എതിർക്രിസ്തുവിന് വഴിയൊരുക്കുന്നു. മൂന്ന്, ഇന്നത്തെ ജനങ്ങളെ മുഴുവൻ റോഡിലിളക്കി ഭരണകൂടങ്ങളെ അട്ടിമറിക്കുവാൻ ഡൽഹിയിലെ കർഷക സമരം കണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും അമിത്ഷായും അവരുടെ മുൻപിൽ മുട്ടുമടക്കെങ്കിൽ ഭരണകൂടങ്ങളെ തകർക്കുവാൻ ജനം ഇളകുന്ന ഒരു കാലം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇതിന്റെ പിൻപിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് വന്ന് പറയണ ഇവിടെ കരം പിടിക്കുവാൻ കാലമായി. എന്നാൽ അവൻ ഇവിടെ കസേരയിൽ വെളിപ്പെടുന്നതിന് മുമ്പ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് അവസാനത്തുള്ള രക്തവും മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഊറ്റിക്കൊടുത്ത ഞങ്ങളുടെ യേശു മധ്യാകാശത്തിൽ രാജാവായി വെളിപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ആലിക്കോടെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.